ഇറാനിലെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിൽ അമേരിക്കയും ഇസ്രയേലും തമ്മിൽ അഭിപ്രായ വ്യത്യാസമെന്ന റിപ്പോർട്ടുകളാണിപ്പോൾ പുറത്തുവരുന്നത്. ഇസ്രയേൽ ഇറാനിലെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ വ്യാപകമായി ആക്രമിച്ചതിലാണ് അമേരിക്ക എതിർപ്പ് പ്രകടിപ്പിച്ചത് എന്നും ഇത് സംബന്ധിച്ച് എതിർപ്പ് പ്രകടമാക്കുന്ന രീതിയിൽ വൈറ്റ് ഹൌസിൽ നിന്ന് ഇസ്രയേലിന് സന്ദേശം ലഭിച്ചതായും യുദ്ധം ആരംഭിച്ച ശേഷം ആദ്യമായാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഇത്തരത്തിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതെന്നും അമേരിക്കൻ മാധ്യമമായ ആക്സിയോസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് ഇസ്രയേൽ ടെഹ്റാനിലെയും മറ്റിടങ്ങളിലെയും എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്കു നേരെ വലിയ ആക്രമണം അഴിച്ചുവിട്ടത്. ഒരു എണ്ണ ശുദ്ധീകരണശാലയും ഇസ്രയേൽ ആക്രമിച്ചിരുന്നു. ആക്രമണത്തിന് പിന്നാലെ വലിയ തീപിടുത്തമാണ് ഈ മേഖലയിലുണ്ടായത്. ഇറാനിലെ സൈനിക വിഭാഗങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ സംഭരണ കേന്ദ്രങ്ങളാണെന്ന് അവകാശപ്പെട്ടായിരുന്നു ഇസ്രയേൽ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയതും. ആക്രമണത്തിന് മുമ്പ് ഇസ്രയേൽ അമേരിക്കയെ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇസ്രയേലിന്റെ ആക്രമണം അമേരിക്ക പ്രതീക്ഷിച്ചതിലും അപ്പുറമായെന്നാണ് അമേരിക്കൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് നല്ല ആശയമാണെന്ന് തങ്ങൾ കരുതുന്നില്ല എന്നും അമേരിക്കൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണത്തിന് പിന്നാലെ ഇക്കാര്യത്തിൽ നീരസം പ്രകടിപ്പിച്ച് വൈറ്റ് ഹൌസിൽ നിന്ന് ഇസ്രയേലിനൊരു സന്ദേശം അയച്ചതായും പറയപ്പെടുന്നുണ്ട്. അതേസമയം സംഭവത്തിൽ വൈറ്റ് ഹൌസോ ഇസ്രയേൽ പ്രതിരോധ സേനയോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല. എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്കും മറ്റ് സംവിധാനങ്ങൾക്കുമെതിരെയുള്ള ആക്രമണത്തെ അമേരിക്ക ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത്തരം ആക്രമണങ്ങൾ ഇറാനിലെ ഭരണമാറ്റത്തെ പിന്തുണയ്ക്കുന്നവരിൽ പോലും ട്രംപിനോട് എതിർപ്പുയരാൻ കാരണമാകാം. മാത്രമല്ല എണ്ണവില വർദ്ധിക്കാനും ഇത്തരം ആക്രമണങ്ങൾ ഒരു കാരണമാകും. ഈ സാഹചര്യത്തിലാണ് എണ്ണ സംഭരണ എണ്ണ ശുദ്ധീകരണ ശാലകൾക്ക് നേരെയുള്ള ആക്രമണത്തെ അമേരിക്ക ശക്തമായി എതിർക്കുന്നത്. പ്രസിഡന്റ് ട്രംപ് ഒരിക്കലും ഇത്തരം ആക്രമണങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കളിൽ ഒരാൾ ആക്സിയോസ് ന്യൂസിനോട് പ്രതികരിച്ചത്. എണ്ണ സംരക്ഷിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഇതൊന്നും കത്തിച്ചു കളയാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ഇത് ജനങ്ങളെ എണ്ണവിലയെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ ഇടയാക്കുമെന്നും ട്രംപിന്റെ ഉപദേഷ്ടാവ് വ്യക്തമാക്കി. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച ചെയ്ത ശേഷം മാത്രമേ അന്തിമ തീരുമാനമെടുക്കുള്ളൂ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ടൈംസ് ഓഫ് ഇസ്രയേലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ട്രംപിന്റെ ഈ പ്രസ്താവന. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷത്തിൽ ഇസ്രയേലിന്റെ നിലപാടുകൾക്ക് വലിയ പ്രാധാന്യവുമുണ്ട്. താനും നെതന്യാഹുവുമാണ് ഇറാന്റെ ആക്രമണത്തിൽ നിന്ന് ഇസ്രയേലിനെ സംരക്ഷിച്ചതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിൽ ഇസ്രയേലിനൊപ്പം അമേരിക്ക ഉറച്ചു നിൽക്കുന്നുവെന്നും ഉചിതമായ സമയത്ത് മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾ ഉണ്ടാവുകയുള്ളൂവെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനിൽ വ്യോമാക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഈ പ്രസ്താവനയും പുറത്തുവരുന്നത്. ഫെബ്രുവരി 28 നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനു മറുപടിയായി കുവൈറ്റ്, ബഹ്റിൻ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും എണ്ണ കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ച് ഇറാൻ പ്രത്യാക്രമണം നടത്തുന്നുമുണ്ട്. അമേരിക്ക ആക്രമണം നിർത്തിയാലും ഇസ്രയേൽ ഇറാനെതിരെ ഒറ്റയ്ക്ക് പോരാട്ടം തുടരുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ ട്രംപും തയ്യാറായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.